ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ വരവിന് മുമ്പ് ഒരു ദൂതനായി യഹൂദിയയിലേക്ക് അയക്കപ്പെട്ടവനായിരുന്നു സ്നാപയോഹന്നാൻ. ഒരു ദിവസം പെട്ടെന്ന് യൂദയായുടെ പ്രദേശങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും യഹൂദരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ജലം കൊണ്ട് ജ്ഞാനസ്നാനം നടത്തി പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും പിന്മാറി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു സ്നാപയോഹന്നാൻ. നിയമജ്ഞരെയും ഫരീസയരെയും ഇത് വല്ലാതെ ചൊടിപ്പിച്ചു. അവർ യോഹന്നാനെതിരെ സംസാരിച്ചു. ഇതെല്ലാം തെറ്റാണെന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവർ പല കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി. പക്ഷേ അവിടെയെല്ലാം സാധാരണ ജനങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുതാപപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെല്ലാം ദൈവനീതി പ്രഘോഷിച്ചു എന്നാണ് അവിടെ വചനം പറയുന്നത്. ഈ ജ്ഞാനസ്നാനത്തിലൂടെയും സുവിശേഷ കേൾവിയിലൂടെയും അവരും സുവിശേഷ പ്രഘോഷകരായി മാറുകയായിരുന്നു. ഈ സാഹചര്യങ്ങളെ എല്ലാം നിയമജ്ഞരും ഫരീസയരും ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഇവരെ സ്നാപയോഹന്നാൻ വിളിച്ചിരുന്നത് അണലി സന്തതികളെ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെയൊക്കെ ആകണം യോഹന്നാനെ അവര് കുറ്റപ്പെടുത്തിയതും എതിർത്ത് സംസാരിച്ചതുമൊക്കെ. മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ ദൈവനീതി പ്രഘോഷിച്ചു തുടങ്ങി. നിയമജ്ഞരും ഫരീസയരും തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം മനസ്സിലാക്കാതെ അത് നിരസിച്ചും കളഞ്ഞു. ചിലർ എന്തിനേയും ഏതിനേയും ഒരു കാര്യവുമില്ലാതെ വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ആകാം. നല്ലതൊന്നും തന്നെ അംഗീകരിക്കാനുള്ള മനസ്സും അവർ കാട്ടില്ല. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ചന്തസ്ഥലത്തിരുന്ന് കുട്ടിക്കളി പറയുന്ന കുട്ടികളോടാണ് അവരെയൊക്കെ ഈശോ ഉപമിച്ചിരിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെയും പോക്ക് അങ്ങനെ തന്നെയാണ്. എന്തും ഏതും അവർക്ക് കുട്ടിക്കളിയാണ്. എന്തിനും ഏതിനും വിമർശനങ്ങളും പരിഹാസവുമാണ്. സുവിശേഷം കേൾക്കണ്ട, കുദാശകൾ വേണ്ട, പ്രാർത്ഥനകൾ വേണ്ട. ആ സമയം കൊണ്ട് വെറൈറ്റിയായി എന്തെങ്കിലും ചെയ്ത് എങ്ങനെ പെട്ടെന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു പ്ലാറ്റ്ഫോമിലൂടെയും എങ്ങനെ പെട്ടെന്ന് വൈറലാകാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരോട്, ഉപദേശം നൽകുന്നവരോട്, സഭയോട്, ഉദാശകളോട്, ആത്മീകതയോട് ഇന്നത്തെ തലമുറയുടെ സമീപനം വീടുകളുടെ നിലവറകളിലോ സ്റ്റോറുകളിലോ കിടക്കുന്ന പഴക്കം ചെന്ന ഉപയോഗശൂന്യങ്ങളായ വസ്തുക്കളെ പോലെയാണ്. കളയരുതോ ഇതൊക്കെ എടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ വേണ്ട, അത് ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയോ ആയി അവിടെ കിടന്നോട്ടെ. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് പരിശുദ്ധ കുർബാനയും ഉദാശകളും കുടുംബ പ്രാർത്ഥനകളും പ്രബോധനങ്ങളും സുവിശേഷ പ്രഘോഷങ്ങളും ഒക്കെ വളരെ ബോറടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, എന്നെക്കാട്ടിലും സീനിയറായിട്ടുള്ള ഒരാളാണ്, ഒരു നല്ല കൂട്ടുകാരൻ. അദ്ദേഹം സദേൺ റെയിൽവേയിലെ എഞ്ചിനീയറായിരുന്നു. ബാംഗ്ലൂരിലെ എൻ്റെ പഠനകാലത്താണ് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഇടവന്നത്. ഞാനും എൻ്റെ ചുരുക്കം ചില സുഹൃത്തുക്കളും എല്ലാ ആഴ്ചയിലും അവിടെയുള്ള ഒരു ഇൻഫാൻ ജീസസ് ചർച്ചിൽ പോകുമായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും ഒക്കെ. പിന്നീട് ആ സൗഹൃദം
നന്നായി തന്നെ വളർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ചായ കുടിക്കാനോ ഒക്കെ ആയി പോകാം. വല്ലപ്പോഴും ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ക്വാർട്ടേഴ്സ് ഉള്ളതുകൊണ്ടും അദ്ദേഹം ബാച്ചിലർ ആയതുകൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് അവിടെ ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളും ഞങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടു. ഒരു നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു അത്. ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്നത്തെ ചിലവുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വകയാവും. ഭക്ഷണവും, ഈവൻ സിനിമയ്ക്ക് പോയാൽ അതിൻ്റെ ടിക്കറ്റ്, എന്തും അദ്ദേഹത്തിൻ്റെ ചിലവുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ആ സുഹൃത്തുക്കളും വളരെ സന്തോഷവാന്മാരുമായിരുന്നു. അതിലൊക്കെ ഉപരി ഞങ്ങളുടെ ഓരോ കണ്ടുമുട്ടലുകളും സുവിശേഷത്തിൻ്റെ നന്മയിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തികളിലുമെല്ലാം ഈശോയുടെ വലിയ ഒരു സാന്നിധ്യം, സ്നേഹം ഞങ്ങളെല്ലാവരും തന്നെ അനുഭവിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു കൂടിക്കാഴ്ചയുടെ അവസാനം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് നമ്മളുടെ അവസാനത്തെ കൂടിവരവാണ്, ഞാനിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അന്വേഷിച്ചു, ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും ഒരിക്കലും എന്നെപ്പറ്റി ചിന്തിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ്. പെട്ടെന്ന് ഞങ്ങളൊന്ന് ഭയപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നത് സെമിനാരിയിലേക്കാണ്. ശരിക്കും ആ സമയത്ത് ഞങ്ങൾക്ക് ചിരിയാണ് വന്നത്. ഇത്രയും നല്ല ഒരു ജോലി, സെൻട്രൽ ഗവൺമെൻറ്റിലൊരു ജോലി, നല്ല ശമ്പളം, ക്വാർട്ടേഴ്സ്. പ്രസൻ്റ്ലി ആയ അദ്ദേഹത്തിനുള്ള ഒരു കുറവ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹിതനല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നല്ല കുടുംബം. ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് തികഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് സഹോദരങ്ങളും ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ മറ്റു കൂട്ടുകാരും എല്ലാം ഇതിനെതിരാണ്. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ഒരു താല്പര്യം അദ്ദേഹം പറഞ്ഞതോടുകൂടി എല്ലാവരും ഇദ്ദേഹത്തിനെതിരായി സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, എല്ലാവരെയും എതിരാക്കിക്കൊണ്ട് ചേട്ടൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണോ? അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്നും മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ അറിവേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെപ്പറ്റി, പക്ഷേ 23 വർഷമായിട്ട് എനിക്ക് എന്നെ നന്നായി അറിയാം. അതിനേക്കാൾ മുന്നേ ഈശോയ്ക്ക് എന്നെ നന്നായി അറിയാം. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് എഞ്ചിനീയറിംഗ് പഠനം ഞാൻ പൂർത്തിയാക്കി നല്ല മാർക്കോടെ പാസ്സായി. പെട്ടെന്ന് തന്നെ ഈ ഒരു ജോലിയും ലഭിച്ചു. എൻ്റെ വിവാഹം ഒഴികെ എന്നെപ്പറ്റി പേരൻസ് എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം എൻ്റെ പേരൻസ് കണ്ടിട്ടാണ് രണ്ടാളും ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. ഞാനൊരു വൈദികനായി കാണുമ്പോൾ അവർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുകയുണ്ടാവും. ഇന്ന് അദ്ദേഹം ഒരു വൈദികനായി ആഫ്രിക്കയിലെ മിഷൻ മേഖലകളിൽ യേശുവിൻ്റെ സുവിശേഷം ജീവിക്കുന്നു. കുറ്റപ്പെടുത്തുന്നവരും തടസ്സം പറയുന്നവരും നിരുത്സാഹപ്പെടുത്തുന്നവരും മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളുമുള്ളൂ. എങ്കിലും അവരെക്കാൾ ഏറെ നമ്മൾ ഈശോയ്ക്ക് ആരാണെന്നും നമുക്ക് ഈശോ ആരാണെന്നും ഉള്ള ഒരു ഉറപ്പ് വേണം. അപ്പോൾ നമുക്ക് ഇതിനെയെല്ലാം മറികടന്ന് സുവിശേഷം ജീവിക്കാൻ കഴിയും. കുറ്റപ്പെടുത്തലുകളെയും അവഗണനകളെയും ഒറ്റപ്പെടുത്തലുകളെയും ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാനും അവയെല്ലാം കുട്ടിക്കളിയായി കാണാനും കഴിയും. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. സുവിശേഷം എന്ന സത്യം സ്വീകരിച്ച നമ്മളിലൂടെ സുവിശേഷ സത്യങ്ങൾ ഈ തലമുറയിൽ തെളിയട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും
എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.